ഇന്നത്തെ പോലെ ഇത്തവണയും സ്റ്റാർട്ട് ചെയ്യുന്നത് മന്ത്ലി ക്യാൻഡിലൂടെയാണ്, അല്ലെങ്കിൽ മന്ത്ലി ചാർട്ടിലൂടെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത് എൻഡ് ആണ്. മന്ത് എൻഡിൽ ഒരു ഓവറോൾ മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യതയുള്ള കുറച്ച് ദിവസങ്ങളാണ് ഈ വരുന്നത്. ഐ മീൻ ക്യാൻഡിൽ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യും അതോ നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്യും എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ചും കൂടി സാധ്യതയുള്ളത് മന്ത് എൻഡ് ക്യാൻഡിലിനെ നോക്കുന്ന സമയത്താണ്. വീക്കിലി ആണ് അനാലിസിസ് ചെയ്യുന്നതെങ്കിൽ പോലും മന്ത് എൻഡ് ക്യാൻഡിൽ നമുക്ക് കുറച്ച് സിഗ്നലുകൾ തരും. അപ്പൊ അതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മന്ത് എൻഡ് ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്. ഒന്ന്, ഇനി മന്ത് എൻഡ് ക്യാൻഡിൽ എടുക്കാനുള്ള മറ്റൊരു കാരണമാണ് പറഞ്ഞത്, കഴിഞ്ഞ തവണ അതായത് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞ് ഇതായിരുന്നു. ഇത് കുറെ കാലം നിന്നിരുന്ന ഓൾ ടൈം ഹൈ ആണ്. ഇരു ഹൈയിൽ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് ഇവിടുന്ന് എന്ത് സംഭവിച്ചിട്ടുണ്ട്, മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് ഇവിടുന്ന് റിയാക്ഷൻ തന്നിട്ടുണ്ട്. റിജക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ടും ഈ ഒരു ഏരിയ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ അറിയാം. കാരണം എന്താണ്, വീക്ക് റിജക്ഷൻസ് ഒരുപാട് കാണാം. അതായത് അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് ആക്ട് ചെയ്തിട്ടുണ്ട്, താഴോട്ടേക്ക് ആക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു ബെയറിഷ് ക്യാൻഡിൽ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ തന്നിട്ടുണ്ട്. എന്നാലും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പുൾ ബാക്കുകൾ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ച നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയാണ് മന്ത് എൻഡിൽ നമുക്ക് നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. മറ്റൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, കഴിഞ്ഞതിന്റെ മുന്നത്തെ മന്ത് ക്രിയേറ്റ് ചെയ്ത ഓൾ ടൈം ഹൈനെ ഈ മന്ത് ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. താഴോട്ടേക്ക് വന്ന് വളരെ വലിയ രീതിയിൽ റിജക്ഷൻ തന്നിരുന്നു. ഇവിടം വരെ വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് ഒന്ന് കയറി പോയിട്ടുണ്ട്. ഇവിടം വരെ അല്ല വന്നിരിക്കുന്നത്, ആക്ച്വലി ഇതിന് തൊട്ട് മുന്നേ ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു തുടക്കം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് മന്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങിയതാണ്. കറക്റ്റ് ഇവിടെ വെച്ചിട്ട് തുടങ്ങിയിട്ടാണ് മാർക്കറ്റ് മുകളിൽ പോയത്. എന്നിട്ട് മുകളിൽ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ റിജക്ഷൻ തന്നിട്ടുണ്ട്. റിജക്ഷൻ തന്നിട്ട് ഇപ്പൊ നിൽക്കുന്നത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിട്ടാണ് നിൽക്കുന്നത്. ഇത്രയാണ് നമുക്ക് മന്തിൽ മനസ്സിലാവുന്നത്. പക്ഷെ അതിനു മുന്നേ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിൽ മന്തിൽ മാർക്ക് ചെയ്യണം. ആദ്യം മാർക്ക് ചെയ്യുന്നത് എന്താണ്, ഒരു സപ്പോർട്ട് ഏരിയ ആണ് മാർക്ക് ചെയ്യുന്നത്. ഇത് സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇംബാലൻസ് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മാർക്ക് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിൽ നിന്ന് കിട്ടിയ റിജക്ഷന്റെ വീക്ക് ആയിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് വളരെ അടുത്ത് കെടുക്കുകയാണ്. അവിടെ കുറച്ചും കൂടി മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്യുന്നുണ്ട്. മാർക്ക് ചെയ്യാൻ ഒരു 500ലേക്ക് എടുക്കുന്നുണ്ട്, 2500ലേക്ക് എടുക്കുന്നുണ്ട്. ചെറിയൊരു പോയിന്റ് വ്യത്യാസമുള്ളൂ. നമുക്കത് വീക്കിലി വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിടാം. അപ്പൊ ഇങ്ങനെയാണ് റെസിസ്റ്റൻസ് എടുക്കുന്നത്. ഇനി നമുക്ക് വീക്കിലിയിലേക്ക് പോവാം. വീക്കിലിയിലേക്ക് പോകുന്ന സമയത്ത് കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ച, നേരത്തെ മന്തിൽ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ച മാർക്കറ്റ് നല്ലൊരു രീതിയിൽ മുകളിലോട്ട് പോയിട്ട് വലിയ രീതിയിൽ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, റിജക്ഷൻ തന്ന ഒരു പിൻബാർ ക്യാൻഡിൽ അല്ലെങ്കിൽ ഇൻവെർട്ടഡ് ഹാമർ തന്നിട്ടുണ്ട്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഈ ആഴ്ച ഉണ്ടായിരുന്നു. ഈ ആഴ്ച ഓപ്പൺ ചെയ്തിട്ടൊന്ന് മുകളിലോട്ട് പോയിട്ട് നല്ല രീതിയിൽ താഴോട്ടേക്ക് വന്നു. താഴെ വന്നിട്ടും ഈ ഒരു ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റിന് സാധിച്ചിട്ടില്ല. അത് ബ്രേക്ക് ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ സാധിച്ചിട്ടില്ല. അതിന് മുന്നേ വന്നിട്ട് റിജക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കണം, അവിടെ ഒരു സ്ട്രോങ് ഏരിയ ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഏരിയനെ നമ്മൾ സപ്പോർട്ടായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. മുകളിലോട്ട് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയനെ വീക്കിലി റെസിസ്റ്റൻസും ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് അടുത്ത ടൈം ഫ്രെയിമിൽ പോകുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയ വീക്കിലി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരാഴ്ച എന്ന് പറയുന്നത് വീക്കിലിയിൽ നോക്കുന്ന സമയത്ത് ഒന്ന് ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, മുകളിലോട്ട് പോയിട്ട് നല്ലൊരു റിജക്ഷനോട് കൂടി താഴോട്ട് വന്നിട്ട് അത് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ കാരണം, സസ്റ്റെയിൻ ചെയ്തില്ല എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിൽ, ഒരു പിൻബാർ തന്ന ക്യാൻഡിൽ ഒരു വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബെയറിഷ് ക്യാൻഡിൽ ആയിരുന്നു. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും രണ്ട് സൈഡിൽ നിന്ന് വീക്ക്നെസ് കാണിച്ചിട്ടുണ്ട്. എക്സ്പെഷ്യലി ലാസ്റ്റ് 2 ദിവസം വ്യാഴവും വെള്ളിയും നല്ല രീതിയിൽ വീക്ക്നെസ് കാണിച്ചിട്ട് മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് വീക്കിലിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. വീക്കിലിയിൽ പ്രധാനപ്പെട്ട ഏരിയകളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ഈ ഒരു ഇംബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാലമായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇംബാലൻസ് ആണ്. പഴയ അനാലിസിസിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു ഇംബാലൻസ് വളരെ കാലമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്. ഈ വരവ് കണ്ടപ്പോൾ, കഴിഞ്ഞ വീക്കിലുള്ള ക്യാൻഡിലിന്റെ താഴോട്ടുള്ള വരവ് കണ്ടപ്പോൾ ഇവിടേക്ക് എത്താമെന്നൊരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ താഴെ നിന്ന് റിജക്ഷൻ കാണിച്ചു, ഒരു വീക്ക്നെസ് കാണിച്ചുകൊണ്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് തന്നെ കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് വീക്കിലിയിലെ പ്രധാനപ്പെട്ട ഏരിയകൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡെയിലിയിലേക്ക് പോവാം. ഡെയിലിയിലേക്ക് പോകുന്ന സമയത്ത് എന്നും നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു അനാലിസിസ് നടത്തിയതിൽ കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് മുകളിലോട്ട് പോയി ഇവിടെ നിന്ന് നല്ല രീതിയിൽ റിജക്ഷൻ തന്നു, താഴോട്ടേക്ക് വന്നിട്ട് ഒരു ഡീപ്പ് പുൾ ബാക്കിന്റെ ഏരിയയിലേക്കാണ് മാർക്കറ്റ് എത്തിയിരിക്കുന്നത്. നമുക്ക് ഫിബനാച്ചി എടുത്ത് നോക്കുന്ന സമയത്ത് അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് വരയ്ക്കുന്ന സമയത്ത് ഒരു പുൾ ബാക്ക് ഏറെക്കുറെ 61.80% എത്തിയിട്ടുണ്ട്. 78ലേക്ക് എത്തിയിട്ടില്ല, എന്നാലും 61 ഒക്കെ ഡീപ്പ് പുൾ ബാക്ക് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പൊ ഒരു ഡീപ്പ് പുൾ ബാക്ക് ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഡീപ്പ് പുൾ ബാക്കിന് വേണ്ടിയിട്ട് മാർക്കറ്റ് വന്നിട്ട് ഇവിടെ നിന്ന് മുകളിലോട്ട് പോകാനുള്ള ഒരു സാഹചര്യം
ഈ ആഴ്ച കാണുന്നുണ്ട്. പക്ഷെ അതിപ്പോഴും ഉറപ്പിക്കാനായിട്ടില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ ഇവിടെയാണ്. ഇംബാലൻസ് വീക്കിലിയുടെ ബാക്കിയുള്ള ഒരു ഇംബാലൻസ് എടുത്തു പോകുന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ട്. പ്രത്യേകിച്ചും കുറെ കാലമായിട്ട് ഇവിടെ സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുന്ന ഏരിയ ആണ്. സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്ന് ഇംബാലൻസ് എടുത്ത് ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോവും. അങ്ങനെ പോവുകയാണെങ്കിൽ 2500 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പഠനം കാണിക്കുന്നത്. ഇനി രണ്ടാമത് ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്യാത്തോടത്തോളം, ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാത്തോടത്തോളം കാലം നമുക്ക് അതിനൊരു അപ് ട്രെൻഡ് എന്ന് പറയാനാവില്ല. ഒരു 1-2 ദിവസം ചിലപ്പോൾ മുകളിലോട്ട് കയറി പോവായിരിക്കും. അതിനുശേഷം ഇത് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് അപ് ട്രെൻഡിലേക്ക് പോകാമെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ആഴ്ചയിൽ റേഞ്ച് എന്ന് ഞാൻ കണക്കൂട്ടുന്നത് ഈ ഒരു ഏരിയ ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ നിന്നും ഉള്ള ഒരു ഏരിയയും അതുപോലെ തന്നെ ഈ ഇപ്പോ വരച്ചിരിക്കുന്ന സപ്പോർട്ട് വീക്കിലി സപ്പോർട്ടും അതുപോലെ തന്നെ വീക്കിലി റെസിസ്റ്റൻസും ആയിട്ടാണ് ഈ ആഴ്ചയിലെ റേഞ്ച് എന്ന രീതിയിൽ കണക്കാക്കുന്നത്. കാരണം മിക്കവാറും ഈ ഒരു ആഴ്ച ഒരു പക്ഷേ ഒരു കൺസോൾട്ടേഷൻ തരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കൺസോൾട്ടേഷൻ തരാനുള്ള ഫസ്റ്റ് സാധ്യത എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് മുകളിൽ നിന്ന് നല്ല റിജക്ഷൻ തന്നു, വീണ്ടും ഒരു പുൾ ബാക്ക് എടുത്തു കഴിഞ്ഞിട്ട് അവിടെ നിന്നും റിജക്ഷൻ കണ്ടു പിന്നെ അത് വീണ്ടും അവിടേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി മാർക്കറ്റ് താഴോട്ടേക്ക് വരാം. അത് ഫസ്റ്റ് ഡേ ചിലപ്പോൾ മുകളിലേക്ക് കയറി പോവായിരിക്കും, തിങ്കളാഴ്ച മുകളിലേക്ക് കയറി പോവായിരിക്കും. പിന്നെ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു ചെറിയ ഇംബാലൻസ് ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ വീക്കിലി ഇംബാലൻസ് ഉണ്ട്, അത് എടുത്തിട്ട് വീണ്ടും ഒന്ന് മുകളിലോട്ട് പോയായിരിക്കാം. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ആദ്യത്തെ 2-3 ദിവസം ഒരുപക്ഷെ ട്രെൻഡ് തന്നെ ആയിരിക്കും. ഒരു ദിവസം പോസിറ്റീവ് ആയിരിക്കുമെങ്കിൽ മറ്റേ ദിവസം അല്ലെങ്കിൽ അതിന്റെ പിന്നത്തെ ദിവസം നെഗറ്റീവ് ആയിരിക്കും. വീണ്ടും മുകളിലേക്ക് ഒരു പോസിറ്റീവ് ക്യാൻഡിൽ തരും, വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 5ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇവിടേക്ക് എത്തിയിട്ട് ഈ ഒരു ഏരിയയിലേക്ക് കൃത്യമായിട്ട് എവിടേക്ക് എത്തുമെന്ന് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. ഈ ഒരു ഏരിയയിലേക്ക് എത്തിയതിനു ശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് കുറച്ചും കൂടി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുറച്ചും കൂടി എന്ന് പറഞ്ഞാൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ എന്തുണ്ടായിരിക്കും, വീണ്ടും ട്രെൻഡ് ചേഞ്ച് ആയി മുകളിലോട്ട് പോകുന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കേണ്ടി വരും. ഇതാണ് ഇങ്ങനൊരു വ്യൂ എനിക്ക് ഇപ്പൊ ഒരു വ്യൂ കാണുന്നത്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ ഒരാഴ്ച ചിലപ്പോ ഒരു എന്തായിരിക്കാം ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കാം ഇങ്ങനെ നോക്കുന്നത്. പിന്നെ തിരിച്ച് മുകളിലോട്ട് കയറുകയാണെങ്കിൽ വീണ്ടും ഒരു കൺസോൾട്ടേഷൻ ക്യാൻഡിലായിട്ട് വരും. ഇപ്പൊ നിങ്ങൾക്ക് ട്രെൻഡായിട്ട് തോന്നുമെങ്കിലും അത് ഓവറോൾ വീക്കിലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കൺസോൾട്ടേഷൻ ആയിട്ട് വരും. അപ്പോൾ അതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഒന്നാമത്തെ സാധ്യത ഞാൻ കാണുന്നത്. രണ്ടാമത്തെ സാധ്യത നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോ മുകളിൽ പോയിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു റിയാക്ഷൻ കിട്ടി, മുകളിൽ നിന്ന് റിജക്ഷൻ കിട്ടി, വീണ്ടും സപ്പോർട്ട് എടുക്കാൻ ഈ ഏരിയയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 2500 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് തന്നെ പോകും. ഇതാണ് രണ്ടാമത്തെ സാധ്യത. അപ്പൊ തിങ്കളാഴ്ച ഒരുപക്ഷെ തുടക്കത്തിൽ തന്നെ നമുക്ക് കിട്ടിയേക്കാം, ഒരു ട്രെൻഡായിട്ട് കിട്ടിയായിരിക്കും. അത് മിക്കവാറും അപ്സൈഡിലേക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മിനിമം ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോ തിങ്കളാഴ്ച ഏർലി മോർണിംഗിൽ തന്നെ ചിലപ്പോൾ ഒരു ട്രേഡ് ഇവിടുന്ന് റിജക്ഷൻ കിട്ടിയേക്കാം. അതും കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ട്രേഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടുന്ന് റിജക്ഷൻ കിട്ടിയേക്കാം. റിജക്ഷൻ കിട്ടുന്നില്ല, മാർക്കറ്റ് കുറച്ചും കൂടി മുകളിൽ പോയി ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പാറ്റേൺ നമ്മൾ നോക്കേണ്ടി വരും. അത് അപ് ട്രെൻഡ് പാറ്റേൺ നോക്കേണ്ടി വരും. പിന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഈ ഒരു ഏരിയ ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്ന ഏരിയയെ ബ്രേക്ക് ചെയ്തിട്ടും ഇതിന്റെ ഉള്ളിൽ നിന്നും റിജക്ഷൻ വരാം. ഏതിന്റെ ഉള്ളിൽ നിന്ന് വിക്ക് റിജക്ഷനും കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് പോലും റിജക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചും കൂടി കൂടുതലായിട്ട് മനസ്സിലാക്കാതെ. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. 2 സാധ്യതകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്താണ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുന്ന ഒരു സാധ്യതയും, പിന്നെ രണ്ടാമത് ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യതയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയെന്നുള്ള എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഫോർവേഡിലേക്ക് പോവാം. ഫോർവേഡിൽ പോയതിനു ശേഷം നമുക്ക് കുറച്ചും കൂടി കാര്യമായ പോയിന്റ്സുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതോടൊപ്പം തന്നെ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ വരച്ചിരുന്നു, കാണാതിരിക്കുക, വീക്കിലി ഇംബാലൻസ് ആണ്, അപ്പോൾ ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇടുന്നുണ്ട്. ഫോർവേഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നല്ല പ്രൈസ് ആക്ഷൻ, നല്ലൊരു പാറ്റേൺ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ വീക്കിൽ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു ഇതോടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. മാർക്കറ്റ് ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് തിരിച്ചു കയറാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത്. എല്ലാവർക്കും അത് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് എത്തുന്ന സമയത്ത് കേട്ടോ, ഇവിടെയായിരുന്നു മാർക്കറ്റ് ആ സമയം. പിന്നെ ഇവിടെ നിന്നാണ് പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയി അവിടെ നിന്ന് നല്ല റിജക്ഷൻ തന്നു. റിജക്ഷൻ തന്നിട്ട് പറഞ്ഞ ഏരിയ ഈ ഏരിയ ആയിരുന്നു. ഇവിടം വരെയെങ്കിലും മിനിമം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഈ ഒരു ലെഗ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വളരെ കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോഴും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് 4 ഹവറിൽ കാണുന്നത്. 4 ഹവറിൽ എന്ന് പറയാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയിട്ട് നേരത്തെ പറഞ്ഞ ഏരിയയിൽ നിന്ന് ഇവിടെ നിന്ന് റിജക്ഷൻ ചിലപ്പോൾ കിട്ടിയേക്കാം. റിജക്ഷൻ കിട്ടാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് നോക്കിയാൽ കാണാം കഴിഞ്ഞ 2 ദിവസമായിട്ട്
എന്തായിരുന്നു അപ് ട്രെൻഡ് ആണ്. അപ്പോൾ അപ് ട്രെൻഡ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എന്ന് പറയുന്ന കൃത്യ പോയിന്റുകളിലേക്ക് നിങ്ങൾ നോക്കരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ ഒക്കെ റിജക്ഷൻ ഏരിയ ആണ്, ഇവിടം വരെ റിജക്ഷൻ ഏരിയ ആണ്. ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കാം, ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കാം, ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കാം. പക്ഷെ നമുക്ക് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് കൺഫർമേഷൻ എടുക്കണം. പ്രത്യേകിച്ചും ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഡയറക്റ്റ് എൻട്രിക്ക് വേണ്ടി ശ്രമിക്കരുത്. വലിയ സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ വലിയ സ്റ്റോപ്പ് ലോസ് ആവും. അപ്പൊ ഫോർവറിന്റെ ഈ ലെഗ് പ്രെഡിക്റ്റ് ചെയ്യുന്ന ലെഗിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഗ്രീനിലേക്ക് ആവുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം ഈ ഇംബാലൻസിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള സപ്പോർട്ടിൽ നിന്നോ വീണ്ടും ഒരു റിജക്ഷൻ കിട്ടിയേക്കാം. ഇങ്ങനെ ഒരു രീതിയിലേക്ക് ഇവിടേക്കോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിലേക്കോ റിജക്ഷൻ കിട്ടിയേക്കാം. എന്നിട്ട് വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് വന്നേക്കാം. വന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 4 അവർ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. അതിപ്പോ തന്നെ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഇനി ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഏതിലേക്ക്, ഇവിടെ നിന്ന് മാർക്കറ്റ് ഇങ്ങനെ കയറി വീണ്ടും ഇങ്ങനെ വന്ന് ഇതിലേക്ക് വന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇംബാലൻസിലേക്ക് ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടാർഗറ്റ് വെക്കാം. അതെല്ലാം ഡെയിലി മാർക്കറ്റിൽ ഇരുന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ വീക്കിലിയിൽ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ഡെഫിനറ്റ്ലി കിട്ടും. എന്തായാലും റിജക്ഷൻ എങ്കിലും അവിടെ നിന്ന് കിട്ടും, ചെറിയ രീതിയിൽ റിജക്ഷൻ എങ്കിലും കിട്ടും. അപ്പൊ ഇവിടെ നിന്നൊരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. മിക്കവാറും തിങ്കളാഴ്ച തന്നെ കിട്ടും, തിങ്കളാഴ്ച തന്നെ കിട്ടണം, അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം വളരെ നിയറസ്റ്റ് ഏരിയ ആണത്. അപ്പൊ ഒരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് തിങ്കളാഴ്ചക്ക് പ്രതീക്ഷിക്കാം. ഇത്രയാണ് ഇപ്പോ 4 അവറിൽ കാണുന്നത്. ഇനി മറ്റൊരു കാര്യം നമുക്ക് വേണമെങ്കിൽ 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് സാധാരണ നമ്മൾ പോവാറില്ല, ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാം. അത് എന്തിനാ പോകുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എൻട്രി പോയിന്റ്സ്, ഇവിടെയുള്ള എൻട്രി പോയിന്റ്സുകൾ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓവറോൾ ട്രേഡിങ്ങിലോ അല്ലെങ്കിൽ ഓവറോൾ വ്യൂവിലോ നമുക്ക് മാറ്റം വരില്ല. ഇവിടെ നിന്ന് തിങ്കളാഴ്ച ഒരു പക്ഷേ നിങ്ങൾ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ട ആളുകൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒന്ന് എൻട്രി പോയിന്റ്സ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1 അവറിലേക്ക് പോകുന്നത്. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ക്യാൻഡിൽ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം അനാലിസിസ് നടക്കുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് വന്നൊരു ക്യാൻഡിൽ ആയിരുന്നു. 22:30 വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് വന്നൊരു ക്യാൻഡിലാണ് ആ ഒരു സമയത്ത് അനാലിസിസ് നടക്കുന്ന സമയത്ത്. വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ട് പോലും ഒരു വീക്ക്നെസ് കാണിച്ചിട്ടില്ല. മാർക്കറ്റ് പതുക്കെ പതുക്കെ മുകളിലോട്ട് തന്നെ പോകുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന 2 ഏരിയകൾ എന്ന് പറയുന്നത്, ഒന്ന് ഫസ്റ്റ് ഏരിയ ഇതാണ്, അത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ വീക്കിലി അനാലിസിസിൽ പറഞ്ഞിരുന്നു. സെക്കൻഡ് ഏരിയ പറഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഈ 2 ഏരിയകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് റിജക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ എല്ലാവരും നോക്കി കണ്ടും ട്രേഡ് ചെയ്യാം. എല്ലാ ആഴ്ചയിലെയും പോലെ തന്നെ ഈ ആഴ്ചയും നല്ലൊരു സക്സസ് ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.